കൗമാരപ്രായത്തിൽ തന്നെ യൂറോ കപ്പും ലോകകപ്പും സ്വന്തമാക്കി ഫുട്ബോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് സ്പെയിനിന്റെ വണ്ടർ കിഡ് യമീൻ യമാൽ. 19 വയസ്സും 6 ദിവസവും മാത്രം പ്രായമുള്ളപ്പോൾ ലോക കിരീടത്തിൽ മുത്തമിട്ട യമാൽ വിശ്വവിജയിയാകുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 4ാമത്തെ താരം എന്ന റെക്കോർഡിനൊപ്പമെത്തി. ന്യൂജേഴ്സിയിലെ ഫൈനലിൽ ലയണൽ മെസ്സിയുടെ അർജന്റീനയെ തകർത്ത് സ്പെയിൻ കിരീടമുയർത്തുമ്പോൾ മൈതാനത്ത് വിരിഞ്ഞത് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഒരു അപൂർവ നിയോഗത്തിന്റെ പൂർത്തീകരണമായിരുന്നു. ടൂർണമെന്റിലുടനീളം വെറും ഒരൊറ്റ ഗോൾ മാത്രം വഴങ്ങി ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ റെക്കോർഡോടെയാണ് സ്പെയിൻ കിരീടം ചൂടിയത്. നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പും സ്വന്തമാക്കിയതോടെ യൂറോപ്പും ലോകവും ഒരേ സമയം ഭരിക്കുന്ന 3ാമത്തെ മാത്രം ടീമെന്ന ചരിത്ര നേട്ടത്തിൽ തങ്ങളുടെ പേരെഴുതി ചേർത്തു. ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ കിരീട സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തിയാണ് യമാലും സംഘവും ഈ വിശ്വവിജയം ആഘോഷിച്ചത്. ഈ ലോകകപ്പ് ഫൈനലിന് മാറ്റുകൂട്ടിയത് ലയണൽ മെസ്സിയും ലമീൻ യമാലും തമ്മിലുള്ള അപൂർവമായ ആത്മബന്ധം കൊണ്ടുകൂടിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ബാഴ്സലോണയിൽ വെച്ച് ഒരു ചാരിറ്റി കലണ്ടറിനായി അന്നത്തെ യുവതാരം ലയണൽ മെസ്സി ഒരു കൊച്ചു കുഞ്ഞായ യമീൻ യമാലിനെ ബാത്ത് ടബിൽ വെച്ച് കുളിപ്പിക്കുന്ന ചിത്രം ഈ ടൂർണമെന്റിൽ വീണ്ടും വൈറലായിരുന്നു. ഫുട്ബോൾ ലോകത്തെ രാജാവ് തന്റെ പിൻഗാമിയെ അനുഗ്രഹിക്കുന്ന നിമിഷമായിരുന്നു അതെന്ന് ആരാധകർ ഇന്ന് വിശ്വസിക്കുന്നു. വർഷങ്ങൾക്കിപ്പുറം അതേ മെസ്സിയെ സാക്ഷി നിർത്തി കൗമാരപ്രായത്തിൽ തന്നെ ഫുട്ബോൾ ലോകം കീഴടക്കാൻ യമാലിന് കഴിഞ്ഞത് വിധി നിയോഗം തന്നെയാണ്. ബാഴ്സലോണയുടെ ലാ മാസിയ അക്കാദമിയിലൂടെ വളർന്ന് മെസ്സിയുടെ അതേ പാരമ്പര്യം പിന്തുടർന്ന യമാൽ ഫൈനലിൽ മെസ്സിക്കെതിരെ കളം നിറഞ്ഞു കളിച്ചു. ഇതിഹാസത്തിന്റെ കളിജീവിതത്തിന്റെ സായന്ധനത്തിൽ ലോക ഫുട്ബോളിന്റെ പുതിയ രാജാവായി യമാൽ മാറുന്ന കാഴ്ചയ്ക്കാണ് ന്യൂയോർക്ക് സാക്ഷ്യം വഹിച്ചത്. 19 വയസ്സും 6 ദിവസവും പ്രായമുള്ളപ്പോൾ ലോകകപ്പ് നേടിയ യമാൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഭകളുടെ നിരയിലേക്കാണ് നടന്നുകയറിയത്. പെലെ ഉൾപ്പെടെയുള്ള ഇതിഹാസങ്ങൾ മാത്രം കുറിച്ച നേട്ടത്തിനൊപ്പമാണ് ഈ ബാഴ്സലോണ താരം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പ്രായം വെറുമൊരു സംഖ്യ മാത്രമാണെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് ടൂർണമെന്റിലുടനീളം യമാൽ കാഴ്ചവെച്ചത്. ഫൈനലിൽ അർജന്റീനിയൻ പ്രതിരോധത്തെ നിരന്തരം സമ്മർദ്ദത്തിലാക്കാൻ യമാലിന്റെ വേഗതയ്ക്ക് കഴിഞ്ഞു. 10 പേരുമായി ചുരുങ്ങിയത് അർജന്റീനയ്ക്ക് എക്സ്ട്രാ ടൈമിൽ കനത്ത തിരിച്ചടിയായി മാറുകയായിരുന്നു. കളിയിലെ തന്ത്രങ്ങൾ പാളിയതോടെ അർജന്റീന കോച്ച് സ്കലോണി വരുത്തിയ മാറ്റങ്ങൾക്കൊന്നും സ്പാനിഷ് ആധിപത്യത്തെ തടയാൻ കഴിഞ്ഞില്ല. എക്സ്ട്രാ ടൈമിന്റെ 105ാം മിനിറ്റിലാണ് മത്സരത്തിന്റെ വിധി നിർണയിച്ച ആ നിമിഷം പിറന്നത്. പെഡ്രോ പോറോ ബോക്സിന്റെ പിൻഭാഗത്തേക്ക് നൽകിയ പന്ത് നിക്കോ വില്യംസ് മനോഹരമായി ഹെഡ് ചെയ്ത് നൽകിയപ്പോൾ സൂപ്പർ സബായി എത്തിയ ഫെറാൻ ടോറസ് ഒട്ടും സമയം കളയാതെ പന്ത് അർജന്റീനിയൻ വലയുടെ മേൽക്കുരയിലേക്ക് അടിച്ചു കയറ്റുകയായിരുന്നു.